ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് റെഡിയായി സെറ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാക്ക് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വരും, ഞങ്ങളൊന്ന് പുറത്തു പോകാണ് കേട്ടോ. അതാണ് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നത്. ഹംനാനെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മിച്ച് ഇപ്പോൾ അവളിവിടെ ഇരുന്ന് കരഞ്ഞായിരുന്നു. ഞാൻ റെഡിയായ സമയത്ത് ഇവിടെ ഇരുന്ന് കരഞ്ഞപ്പോൾ ഉമ്മിച്ച് എടുത്തിട്ട് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇക്കാക്ക് ഓഫീസിൽ നിന്ന് ഇപ്പോൾ തന്നെ എത്തും, ഒരു 5 മിനിറ്റിനുള്ളിൽ ഇക്കാക്ക് എത്തും. നമ്മളിന്ന് പോണത് കഴിഞ്ഞ ദിവസം ഞാൻ ഇക്കാനൊന്ന് സ്കാൻ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ, ഒരു അൾട്രാസൗണ്ട് എടുത്തതിൻ്റെ. ഇക്കാക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോവാണ്. ഹോമിയോനെയാണ് കാണിക്കുന്നത്. നമ്മൾ അതിനിടയിൽ ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ട്. നമ്മളൊരു തവണ റിനയിൽ പോയിട്ട് നമ്മൾ യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലെയിൻ CT സ്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറച്ച് പ്രശ്നക്കാരനാണ്, കടയിലുള്ള കല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഡിസിൻസ് ഒന്നും ഇല്ല നിലവിൽ. കാക്ക് ഒരു RARS പ്രൊസീജിയറൊക്കെയാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് വിട്ടേച്ചത്. അപ്പോൾ ഇതുവരെ നമ്മൾ മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ട്രൈ എന്ന നിലയ്ക്ക് നമ്മളിന്ന് ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് ഹോമിയോനെ കാണാൻ പോവാണ്. വൈറ്റിലയിലാണ് ഡോക്ടർ ഉള്ളത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം പോണതാണ്. ഒരു എനിക്കറിയാവുന്ന ഒരാൾ നമുക്ക് നമ്പർ തന്നിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പോണതാണ്. അപ്പോൾ ഇന്ന് പോണ വിശേഷങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ കാണാം. ഇതൊക്കെ ഇക്കാൻ്റെ റിപ്പോർട്ട്സ് ആണ് കേട്ടോ. കുറച്ചധികം റിപ്പോർട്ട്സൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത സ്കാനിങ്ങിൻ്റെയും ഇപ്പോൾ റീസെൻ്റ്ലി എടുത്ത റീനയിൽ പോയിട്ട് നമ്മളെടുത്ത CT സ്കാൻ്റെ എല്ലാം റിപ്പോർട്ട്സ് ഉണ്ട്. പിന്നെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടറിനൊരു റെഫറൻസ് ആണല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റിപ്പോർട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക വന്നിട്ടില്ല. നമുക്ക് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ രാത്രിയാണ് പോണത്. നമ്മുടെ കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു പ്രധാന പ്രശ്നം, അത്യാവശ്യം മഴക്കോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. റെയിൻകോട്ട് എടുത്താലും ഹംന ഉള്ളതുകൊണ്ട് നമുക്ക് മഴ ഒരു വലിയ പ്രശ്നമാണ്. ഹംന ഉള്ളതുകൊണ്ട് റെയിൻകോട്ട് ഇട്ടിട്ടായാലും വരാൻ പറ്റില്ല. വന്ന കാര്യം സമാധാനമുണ്ട്, പോണ കാര്യമാണ് പ്രശ്നം. നമുക്ക് 7 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് വന്നിട്ട് വേണം വരാമെന്ന്. അപ്പോൾ ഒരു 7:30-ക്കുള്ളിലെങ്കിലും നമുക്ക് അവിടെ എത്തണം. ഇപ്പം ഞാൻ അടുക്കളയിൽ വന്നേക്കാൻ ഇക്കാക്ക് ചായ എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടൊന്ന് പോകാമല്ലോ. ചായ എടുത്ത് വെക്കുന്നതിൻ്റെ ഇടയിൽ ഇക്കാക്ക വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ കാണണില്ല, ഇക്കാക്കാനെ കാണില്ല. ഇക്കാക്ക കാറിനെ വന്നേക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കാറാണ്, കാറിനെ വന്നേക്കണം. അപ്പോൾ എന്തായാലും സമാധാനമായി നമുക്ക് പോകാനായിട്ട് ആൾ ദേ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സമാധാനമുണ്ട് കാറിന് പോകാനായിട്ട്. അല്ലെങ്കിൽ ഹംനാനെയും കൊണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ കണ്ടാകെ മഴക്കോളുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഹംനാനെയും കൊണ്ട് ബൈക്കിന് പോകുന്നത് ഹെവി ടാസ്ക്കാണ്. എനിക്കാകെ എന്തായാലും കാർ എടുത്ത് വന്നിട്ടുണ്ട്. ബൈക്ക് എന്തേ? ഞാൻ ബൈക്കിനാണ് വന്നതെന്നും പറഞ്ഞിട്ടേ ഇൻട്രോയിലും വീഡിയോസിലെല്ലാം ബൈക്കാണ്, മറ്റേ മഴയാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാറുണ്ട്. എന്താ വന്നിട്ട് പിന്നെയും പോണേ? ഭാഗ്യം കാരണമായത്. ഞാനിങ്ങനെ ബൈക്ക് വിറ്റ ആർക്ക് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഈ മഴയുടെ സമയത്ത് എങ്ങനെയാണ് ഹംനാനെയും കൊണ്ട് പോണേന്നുള്ളത്. അങ്ങനെ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. കടീനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇരുട്ടായി ഞങ്ങൾ ഇറങ്ങാണ്. കാക്ക ഇറങ്ങി വരാനുണ്ട്. ഹംന തുമ്മി. അപ്പോൾ ഞങ്ങൾ പോയി. മഴക്കോളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോവാം. ഇപ്പോൾ ഏകദേശം എടപ്പള്ളി എത്താറായിട്ടുണ്ട്. അത്യാവശ്യം ട്രാഫിക് ഉണ്ട് റോഡിൽ. 7:12 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തും എന്നാണ് ഗൂഗിളിലെ അമ്മച്ച് നമ്മളോട് പറഞ്ഞേക്കണത്. പക്ഷേ ഇനി എത്തുമ്പോൾ അറിയാം ഏകദേശം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയാണെങ്കിൽ കുത്തിക്കയറ്റിക്കൊണ്ടും വരെയാണ് ആൾക്കാർ. അപ്പം ഇനി അറിയാം. ഇന്ന് നമ്മൾ കാറിന് പോകുന്നതാണെന്ന് പറഞ്ഞിട്ടോ. മഴ പെയ്യാൾ. ഇന്നലെ ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നലത്തെ ആ മഴ കണ്ടിട്ടാണ് ഇന്ന് ബൈക്ക് എടുക്കാണ്ട് പിന്നെ ഇങ്ങനെ കാറിന് തന്നെ പോകുന്നത്. അപ്പോൾ ഉണ്ട് മഴയൊന്നുമില്ല. ബൈക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിന് പോകാമല്ലേ നമുക്ക്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഗൂഗിൾ അമ്മച്ച് പറഞ്ഞ പോലെ തന്നെ 7:12 നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട്. ഹംന ഇത്രയും നേരം വരെ ഉറങ്ങായിരുന്നു. നമ്മളിവിടെ എത്തുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് ചാടി എഴുന്നേറ്റിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് മാത്രമാണ് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് തന്നേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് തന്നെ ഒരു 1.5-2 മണിക്കൂറത്തെ ഒരു സെഷൻ തന്നെയായിരുന്നു കേട്ടോ. ഹോമിയോ മരുന്നിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമാണ് അവർ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു
കൂടിക്കാഴ്ച എന്ന് പറയുന്നത് കുറച്ച് നീണ്ട സെഷൻ ആയിരിക്കും കേട്ടോ. ഒരാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആളുടെ നേച്ചറും ബോഡി നേച്ചറും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ ആ ഒരു മെഡിസിൻ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് തരുന്നത്. ഇത് ഞാൻ ഹോമിയോ മെഡിസിന് ഒരുപാട് ഹൈപ്പ് കൊടുക്കുന്നതൊന്നുമല്ല. നമ്മൾ നോർമലി നമ്മളുടെ ഹയാസിനെ ഹോമിയോ മെഡിസിൻ ആയിരുന്നു ആദ്യം മുതലേ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയും അവനിക്കും ഈ സെയിം ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഹോമിയോ മെഡിസിനെ പറ്റി അറിയാം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇക്കാക്ക് ഈ ഒരു അസുഖത്തിന് ഇതുവരെ മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയില്ല ഈ ഹോമിയോ മെഡിസിൻ സെറ്റാവോ എന്നുള്ളത്. എന്തായാലും കുറച്ചധികം വർഷങ്ങളായിട്ട് ഇക്കാക്ക് ഈ ഒരു കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇനി എന്തായാലും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ആ ഒരു ട്രൈയിങ്ങിലാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സെഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഹംന അത്യാവശ്യം നല്ല അഗ്രസീവായിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഓടിക്കളിക്കാനുള്ള ഒരു സ്ഥലമൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടറിൻ്റെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ക്ലിനിക് ഉള്ളത്. അപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ 2 ആഴ്ചത്തേക്കാണ് മെഡിസിൻ പറഞ്ഞേക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കൺസൾട്ടിങ്ങിന് വരണം. RARS പ്രൊസീജിയറാണ് ഇംഗ്ലീഷ് മെഡിസിനിൽ ഇക്കാക്ക് സജസ്റ്റ് ചെയ്തത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല ഒരു സർജറി ഒഴിവാക്കിക്കൊണ്ട് മരുന്നുകൊണ്ട് ഇത് മാറുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിട്ടോ. അങ്ങനെ നമ്മൾ മെഡിസിൻ കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഹംന കുറച്ച് സീൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ചിട്ട് കുറച്ച് പൊരുവരുപ്പും കുസൃതികളെല്ലാം കൂടുതലായിരുന്നു. അങ്ങനെ നമ്മളിതേ കാറിൽ കയറി. ഇനി നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോണവഴിക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അൽഡ്രീം റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയത്. അമ്നാനെ കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ ആദ്യം ഞാൻ തപ്പണ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ചൈൽഡ് സീറ്റ്. ഇതുണ്ടെങ്കിൽ എനിക്ക് മനസ്സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും. അവളാണെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നല്ല നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ ആൾ ഭയങ്കര ഉഷാറാണ്. എല്ലാവരും നോക്കി എല്ലാവരെയും നോക്കി ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടോ. അമ്മക്ക് വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് റൈസൊക്കെ അവളുടെ വായിലൊക്കെ വെച്ച് കൊടുത്തു. കുഴിമന്തി ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റീം ചെയ്ത ചിക്കൻ ആയതുകൊണ്ടും അതിൽ നിന്നും കുറച്ചൊക്കെ ഞാൻ കൊടുത്ത് അവളെ ഹാപ്പി ആക്കിയിട്ട് ഇടയ്ക്ക് അങ്ങനെ ഇരുത്തുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ ഇക്കാൻ്റെ ഈ ഒരു മെഡിസിൻ കഴിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻസ് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ തരാം കേട്ടോ. കാരണം ഇത് കഴിച്ചിട്ട് ഹെൽപ്ഫുൾ ആണോ, ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യാം കേട്ടോ. കുഴിമന്തി കഴിക്കുമ്പോൾ എൻ്റെ ഒരു മേജർ മിസ്സിംഗ് എന്ന് പറയുന്നത് ഹയാസ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് ഹയാസിനെ കൂടെ കൂട്ടാതിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് എങ്കിലും ചെയ്തിട്ട് നമ്മളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.